മമ്മി ഇതിൻ്റെ അകത്ത് പെറുക്കി ഇട്ടിട്ടുണ്ട്. ഇതിവിടെ കിടന്ന് ചെറിയ തീയിൽ കിടന്ന് ഇതൊന്നും മൊരിയട്ടെ കേട്ടോ. മൊരിച്ച് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ളത്. ഇതൊക്കെയാണ്. എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ടല്ലോ. എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ മക്കളെ? ഇനി മകനുമായിട്ട് ചൂണ്ടയിടാനൊക്കെ പോവും. എന്നിട്ട് ചൂണ്ടയിട്ട് മീനൊക്കെ കൊണ്ടുവന്ന് ഇന്നലെയും ഒരു സബ്സ്ക്രൈബർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ല കേട്ടോ, പുറത്തോട്ടൊക്കെ ഇറങ്ങണം. പക്ഷെ ഇപ്പം എല്ലാവർക്കും സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നതിൽ ചെറിയ പരിപാടിയാണെന്ന് പറഞ്ഞാലും എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. പിന്നെ കമൻറ്റുകൾ വരുന്നുണ്ട്, ഇങ്ങനെ തന്നെ തുടർന്ന് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്, എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ ഒരു എനർജി എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ വയസ്സാം കാലത്ത് കിട്ടുന്ന എനർജി, അയ്യോ ഞാൻ മാത്രമല്ല, യൂട്യൂബിൽ ഒരുപാട് അമ്മമാരുണ്ട്. അവർക്കെല്ലാം യൂട്യൂബ് കൊടുത്തിരിക്കുന്ന നല്ലൊരു കാര്യമെന്നാണ് ഞാൻ പറയുന്നത്. യൂട്യൂബ് കണ്ടുപിടിച്ചവരെ ഏതായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അവർക്ക് വലിയൊരു സല്യൂട്ട് ഞാൻ തരുക യൂട്യൂബുകാർക്ക്. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി പോകത്തില്ലായിരുന്നാ. അപ്പം അവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ടല്ലേ ഇനി അടുത്ത തലമുറയൊക്കെ എന്തൊക്കെയാണ് ഇറക്കാൻ പോകുന്നത്. ബുദ്ധിയുള്ള ഉണ്ടല്ലേ. പിന്നെ ചന്ദ്രനിലൊക്കെ പോയി എത്ര ദിവസത്തൊക്കെയൊക്കെ പോയെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്നത്. മമ്മിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒന്ന് ചന്ദ്രനിൽ പോയാൽ കൊള്ളാമോന്ന്.